വർക്കല പാപനാശം തീരത്ത് സർഫിംഗിനിടയിലെ അപകടത്തിൽ വിദേശ പൗരൻ മരിച്ചു. ശക്തമായ തിരയിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വർക്കലയിൽ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ എത്തുകയും സർഫിംഗിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പാപനാശത്ത് സർഫിംഗിനിടെ വിദേശ പൗരൻ മരിച്ചിരിക്കുന്നു. 55 വയസ്സുകാരനായ റോയി ജോൺ ആണ് മരണപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തെ തുടർന്ന് വർക്കല ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്താനായിരുന്നില്ല. അതായത് മാർച്ച് 31-ാം തീയതി വരെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള കേരള ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ വർക്കല പാപനാശം തീരത്ത് സംഘടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇതിന് ഈ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടെ ഇപ്പോഴും വിനോദസഞ്ചാരികൾക്കും പ്രാദേശികവാസികൾക്കും യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തിരയിൽപ്പെട്ട് 5ഓളം പേരാണ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5ഓളം പേരാണ് വർക്കല തീരത്ത് മരണപ്പെട്ടത്. തുടർന്ന് എന്നിട്ടും സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് ഈ മേഖലയിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ വിദേശ പൗരനാണ് ഇത്തരത്തിൽ വർക്കലയിൽ അപകടത്തിൽ മരണപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് റഷ്യൻ വനിത ഇതേ സമാനമായ രീതിയിൽ സർഫിംഗിനിടെ തീരത്ത് മരണപ്പെട്ടിരുന്നത്. അത് മുഖവിലേക്ക് പോലും എടുക്കാതെ, അല്ലെങ്കിൽ അതിന് ആ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് പോലും ഊർജം കൊണ്ട് ഈ മേഖലയിൽ എത്തുന്ന വിദേശികൾക്ക് സുരക്ഷ ഒരുക്കാത്തത് കാരണമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒരാഴ്ചയ്ക്ക് മുന്നേ നടത്തിയെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ശക്തമായ തിരയിൽപ്പെട്ടായിരുന്നു അപകടം. സർഫിംഗിനിടെയാണ് അപകടം ഉണ്ടായത്. റോയി ജോൺ എന്ന 55 വയസ്സുകാരനാണ് ആ തിരയിൽപ്പെട്ട മരിച്ചിട്ടുള്ളത്. വർക്കല പാപനാശം തീരത്ത് സർഫിംഗിനിടയിലെ അപകടത്തിൽ വിദേശ പൗരൻ മരിച്ചു. ശക്തമായ തിരയിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.